Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG, Department of Commerce, Don Bosco College, Kottayam. In this session, we discuss different types of budget. Today, we are going to discuss 6 important types of budget. First one, manufacturing overhead budget, administration cost budget, selling and distribution cost budget, plant utilization budget, capital expenditure budget, and research and development cost budget. First one, manufacturing overhead budget. This budget gives an estimate of the works overhead expenses to be incurred in a budget period to achieve the production target. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇൻകറാകുന്ന വർക്ക്സ് ഓവർ ഹെഡ് എക്സ്പെൻസിൻ്റെ എസ്റ്റിമേറ്റാണ് എന്ത് നൽകുന്നത്, മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. റാ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സാണ് മാനുഫാക്ചറിങ് എന്ന് പറയുക. ഓവർ ഹെഡ് നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് അതർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓവർ ഹെഡ് എന്ന് പറയുക. അപ്പം ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ എന്താണ് ഒരു എസ്റ്റിമേറ്റ് ആണ് എന്തെന്ന് പറയുക, മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ബഡ്ജറ്റ് നൽകുന്നത്. ഓക്കെ, ദിസ് ബഡ്ജറ്റ് ഗീവ്സ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ വർക്ക്സ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ടു ബി ഇൻകേർഡ് ഇൻ എ ബഡ്ജറ്റ് പീരിയഡ് ടു അച്ചീവ് ദ പ്രൊഡക്ഷൻ ടാർജറ്റ്. It includes the cost of indirect material, indirect labor and indirect work expenses. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓവർ ഹെഡ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ അതിൽ എടുത്ത് പറയുന്നു, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് അതർ ഇൻഡയറക്റ്റ് വർക്ക് എക്സ്പെൻസസ്. ഓക്കെ, ദ ബഡ്ജറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പം ഈ ബഡ്ജറ്റിൽ നമ്മൾ എക്സ്പെൻസസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഫിക്സഡ് കോസ്റ്റ് ബഡ്ജറ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് ബഡ്ജറ്റ് എന്നും സെമി വേരിയബിൾ കോസ്റ്റ് എന്നും നമുക്ക് എന്ത് ചെയ്യാം, സബ് ഡിവൈഡ് ചെയ്യാം. Okay, then administration cost budget. Administration cost budget. This budget covers the expenses incurred in framing policies, directing the organization and controlling the business operations. ഓക്കെ, അപ്പം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണ് പറയുന്നത്. പോളിസീസ് മേക്ക് ചെയ്യുക, ഓർഗനൈസേഷനെ ഫുള്ള് ഡയറക്റ്റ് ചെയ്യുക, അതുപോലെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുക. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ബഡ്ജറ്റ് കവേഴ്സ് the expenses incurred in framing policies, directing the organization and controlling the business operations. Then it can be prepared with the help of past experience and anticipated changes. അപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിലും അതുപോലെ ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസും വരുത്തിക്കൊണ്ടാണ് എന്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയുക, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ്. ഓക്കെ, ഇറ്റ് മേ ബി പ്രിപ്പയർഡ് ഫോർ ഈച്ച് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. Okay, then selling and distribution cost budget. Selling and distribution cost budget. This budget is clearly related to the sales budget. അപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർലി റിലേറ്റഡ് ടു ദി സെയിൽസ് ബഡ്ജറ്റ്. ഓൾ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയസ് പ്രോഡക്റ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം എക്സ്പെൻസസ് ഉണ്ടോ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഏത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ദീസ് expenses are based on the volume of sales set in the sales budget and budgets are prepared for each item of selling and distribution overhead.
അതുപോലെ തന്നെ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക? നമ്മൾ എത്രത്തോളം സെയിൽസ് ആണോ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എത്ര യൂണിറ്റ് ആണ് നമ്മുടെ ടാർജറ്റ്, സെയിൽസ് നടത്തുന്നതിൻ്റെ ടാർജറ്റ്, ക്വാണ്ടിറ്റിയിലാണെങ്കിൽ അല്ലെങ്കിൽ റുപ്പീസിലാണെങ്കിലും സെയിൽസിൻ്റെ ടാർജറ്റ് എന്താണ്, അല്ലെങ്കിൽ സെയിൽസ് ബഡ്ജറ്റിൽ എന്താണ് പറയുന്നത്, അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ഐറ്റത്തിനും ഈച്ച് ഐറ്റം ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീസ് ഓവർ ഹെഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അപ്പം ഇവിടുത്തെ ഓവർ ഹെഡിനെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? ഫിക്സഡ് കോസ്റ്റ് ബഡ്ജറ്റ് എന്നും അതുപോലെ വേരിയബിൾ കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് ബഡ്ജറ്റ് എന്നും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വേരിയബിൾ കോസ്റ്റ് ബഡ്ജറ്റായിട്ട് നമുക്ക് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബഡ്ജറ്റ്. Plant utilization budget. This budget lays down the requirements of plant capacity to carry out the production as per the production program. അപ്പോൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബഡ്ജറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രൊഡക്ഷൻ പ്രോഗ്രാം ഓർ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബഡ്ജറ്റ് lays down the requirements of plant capacity. It is the estimated requirements of plant capacity to carry out the production as per the production program or production budget. Okay, അപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്രോഗ്രാം പ്രകാരം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രകാരം നമ്മൾ എത്രത്തോളം പ്രൊഡക്ഷൻ ആണോ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള, അതിന് റിക്വയർഡ് ആയിട്ടുള്ള പ്ലാൻ കപ്പാസിറ്റി ആണ് നമ്മൾ എന്തിൽ ബഡ്ജറ്റ് ചെയ്യുന്നത്, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബഡ്ജറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ബഡ്ജറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കൺവീനിയൻറ്റ് ഫിസിക്കൽ യൂണിറ്റ് ആസ് വെയ്റ്റ് ഓർ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഓർ വർക്കിംഗ് അവേഴ്സ്. അപ്പം ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറയുന്നത്, നമുക്ക് 3 രീതിയിൽ നമുക്കിതിനെ കൺവീനിയൻ്റ് ആയിട്ടുള്ള 3 രീതിയിൽ നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ യൂണിറ്റിൽ ആയിരിക്കാം, അല്ലെങ്കിൽ വെയ്റ്റിലായിരിക്കാം, നമ്പർ ഓഫ് പ്രോഡക്ട്സിലായിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിൻ്റെ ബേസിലൊക്കെ ആയിരിക്കാം നമുക്ക് എന്ത് ചെയ്യുക, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബഡ്ജറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, capital expenditure budget. Next one, capital expenditure budget. It gives an estimate of the amount of capital that may be needed for acquiring the fixed asset required for fulfilling production requirements as specified in the production budget. അപ്പം പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് അസറ്റിൻ്റെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ബഡ്ജറ്റാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റാണ് എന്തെന്ന് പറയുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്ന് പറയുക. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് തന്നെ എന്താകാം, എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ ഫോർ അക്വയറിങ് എ ന്യൂ അസറ്റ്, അതൊക്കെ ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. അപ്പം ഈ പറയുന്ന ഐറ്റംസ് എല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻസ് കൂട്ടുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്, ഇറ്റ് ഗീവ്സ് ആൻ എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് മേ ബി നീഡഡ് ഫോർ അക്വയറിങ് ദ ഫിക്സഡ് അസറ്റ്. That fixed asset is required for fulfilling പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ് ആസ് സ്പെസിഫൈഡ് ഇൻ ദ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. അപ്പം പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം പ്രൊഡക്ഷൻ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം ക്യാപിറ്റൽ അസറ്റ് ആണോ ആവശ്യമായിട്ട് വരുന്നത് അതിന് വേണ്ടുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ക്യാപിറ്റൽ എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുക, എമൗണ്ടിനെ കുറിച്ചിട്ടുള്ള എസ്റ്റിമേറ്റിനെയാണ് എന്തെന്ന് പറയുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ അവൈലബിൾ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, probable reallocation of existing assets and possible improvement in production techniques etc. അപ്പം നമ്മൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്, ഒന്നാമത്തെ അവൈലബിൾ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി.
അവൈലബിൾ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറിഞ്ഞിരിക്കണം. പ്രോബബിൾ റീ അലോക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്. അപ്പോൾ എക്സിസ്റ്റിംഗ് അസറ്റിൻ്റെ റീ അലോക്കേഷൻ സാധ്യമാണോ, അതിൻ്റെ പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് അതറിഞ്ഞിരിക്കണം. ദെൻ പോസിബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ ടെക്നിക്ക്. ഇപ്പം നിലവിലുള്ള പ്രൊഡക്ഷൻ ടെക്നിക്കിനെ പ്രോബബിളായിട്ടുള്ള എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇങ്ങനെയുള്ള 3 ഘടകങ്ങളും അനലൈസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. Then last one, research and development cost budget. Research and development cost budget. It is prepared taking into consideration the research project in hand and the new research and development projects to be taken up, etc. അപ്പം കൈവശമുള്ള പ്രോജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന റിസർച്ച് പ്രോഗ്രാമിനെ കുറിച്ച് ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ റിസർച്ച് പ്രോജക്റ്റ് ഇൻ ഹാൻഡ്. കൈവശമുള്ള റിസർച്ച് പ്രോജക്റ്റിനെ കൺസിഡർ ചെയ്യണം. ആൻഡ് അതുകൂടാതെ എന്തിനെ കൂടി കൺസിഡർ ചെയ്യണം, ദ ന്യൂ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ടു ബി ടേക്കൺ അപ്പ്. ഇനി നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ന്യൂ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്താണ്. അപ്പോൾ ഈ കൈവശം ഉള്ളതും പുതുതായിട്ട് ടേക്ക് ഓവർ ചെയ്യേണ്ടതുമായിട്ടുള്ള ഈ പ്രോജക്റ്റുകളെ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടുന്നത്. ഓക്കെ. ദസ് ദിസ് ബഡ്ജറ്റ് പ്രൊവൈഡ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ടു ബി ഇൻകേർഡ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ദ ബഡ്ജറ്റഡ് പീരീഡ്. ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റഡ് പീരീഡിൽ അവിടെ ഉണ്ടായേക്കാവുന്ന എന്താണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ എസ്റ്റിമേറ്റ് ആണ് എന്തെന്ന് പറയുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ബഡ്ജറ്റ് നൽകുന്നത്. ഓക്കെ. Dear students, watch and listen the lectures carefully and write the assignment question. Write the different types of budget.